ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് വി.എം. സുധീരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ ഇന്ന് ദില്ലിയിലെത്തും. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വി.എം. സുധീരനെ മാറ്റണമെന്ന എ.ഐ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം ശക്തമായതോടെയാണ് മൂന്ന് നേതാക്കളെയും ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിപ്പിച്ചത്. നേതൃമാറ്റം അനിവാര്യമാണെന്നും ഹൈക്കമാൻഡ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ഗ്രൂപ്പ് നേതാക്കൾ സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു. സമവായ ശ്രമം ലക്ഷ്യമിട്ടാണ് ഇരുതട്ടിലായ വി.എം. സുധീരൻ, ഉമ്മൻചാണ്ടി, ചെന്നിത്തല എന്നിവരെ ഹൈക്കമാൻഡ് അടിയന്തരമായി കൂടിക്കാഴ്ചയ്ക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി മൂന്ന് നേതാക്കളും ദില്ലിയിലെത്തും. നാളെയാണ് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച. തോൽവിയുടെ ഉത്തരവാദിത്തം കെ.പി.സി.സി നേതൃത്വത്തിൻ്റെതാണെന്നും വി.എം. സുധീരൻ അധ്യക്ഷ പദവി ഒഴിയണമെന്നുമുള്ള നിലപാടിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഉമ്മൻചാണ്ടി നിയമസഭാ കക്ഷി നേതൃപദവി ഒഴിഞ്ഞ സാഹചര്യത്തിൽ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനം വി.എം. സുധീരനും ഒഴിയണമെന്നാണ് ഇരു ഗ്രൂപ്പുകളുടെയും നിലപാട്. ഇക്കാര്യം എ ഗ്രൂപ്പ് ദൂതനായെത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സോണിയാഗാന്ധിയെ അറിയിച്ചിരുന്നു. സുധീരൻ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെന്നും നേതാക്കൾ ഹൈക്കമാൻഡിൽ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ അഴിമതി ആരോപണരായവരെ മാറ്റി നിർത്താനുള്ള തന്റെ തീരുമാനം തള്ളിയ ഉമ്മൻചാണ്ടി, ചെന്നിത്തല നിലപാടാണ് തിരിച്ചടിയായതെന്ന നിലപാടിൽ സുധീരനും ഉറച്ചു നിൽക്കുന്നു. ഭരണ നേതൃത്വത്തിന്റെ വീഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയമെന്നും സംഘടന പൊളിച്ചെടുത്താണ് ഉണ്ടാവേണ്ടതെന്നും ഹൈക്കമാൻഡ് മുമ്പാകെ സുധീരൻ ആവർത്തിക്കുമെന്നാണ് സൂചന. അതിനാൽ തന്നെ സമവായം കണ്ടെത്തുന്നതിനായി ദില്ലിയിലെ ചർച്ചയും നീണ്ടുപോയേക്കാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ദില്ലി. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. AKG സെന്ററിൽ ചേരുന്ന യോഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമാണ് പ്രധാന ചർച്ചാ വിഷയം. താഴെത്തട്ടിലുള്ള സംഘടനയുടെ പ്രവർത്തനങ്ങളും ചർച്ചാ വിഷയമാകും. യോഗം നാളെയും തുടരും. മലാപ്പറമ്പ് സ്കൂൾ കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. സ്കൂൾ പൂട്ടണമെന്ന ഉത്തരവ് നടപ്പാക്കിയതായി അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ഉത്തരവ് നടപ്പാക്കിയ ശേഷം സർക്കാരിന് സ്കൂൾ ഏറ്റെടുക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കാനുള്ള കോട്ടയം ജില്ലയിലെ SFIയുടെ പ്രവർത്തനങ്ങൾ മാതൃകയാവുന്നു. SFI ദത്തെടുത്ത കുമരകം ബസാർ UP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ നൽകി. പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാം, കുരുന്നുകൾക്ക് കൈത്താങ്ങാകാം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സർക്കാർ സ്കൂളുകളിൽ SFI ഇടപെടുന്നത്. ആദായകരമല്ലെന്ന പേരിൽ എയ്ഡഡ് സ്കൂളുകൾ പൂട്ടാൻ സംസ്ഥാനത്ത് വ്യാപക ശ്രമം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് പൊതുവിദ്യാലയങ്ങളുടെ സംരക്ഷണത്തിനായി SFI ഇടപെടുന്നത്. കഴിഞ്ഞ വർഷമാണ് കുമരകം ബസാർ UP സ്കൂൾ SFI ദത്തെടുത്തത്. നോട്ട്ബുക്ക്, ബാഗ്, പേന, പെൻസിൽ, എഴുത്തു സാമഗ്രികൾ എന്നിവയടങ്ങിയ പഠനോപകരണ കിറ്റുകൾ CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവൻ വിതരണം ചെയ്തു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ച ചടങ്ങിൽ ജനപ്രതിനിധികൾ പങ്കെടുത്തു. കുമരകത്തെ ജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച പണം ഉപയോഗിച്ചാണ് പഠനോപകരണങ്ങൾ വാങ്ങിയത്. SFI കോട്ടയം ജില്ലാ പ്രസിഡന്റ് റിജേഷ് കെ ബാബു കുമരകം പ്രദേശത്തുള്ള എല്ലാ വീടുകളും കയറിയിറങ്ങിക്കൊണ്ട് ഫണ്ട് സമാഹരിച്ച് അവിടെ പഠിക്കുന്ന 131 വിദ്യാർത്ഥികൾക്കും പുസ്തകവും യൂണിഫോമും ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും, ബാഗ് തൊട്ട് കൊട തൊട്ട് ബുക്ക് തൊട്ട് എല്ലാ കാര്യങ്ങളും എത്തിക്കാൻ SFI ജില്ലാ കമ്മിറ്റിക്ക് സാധിച്ചു. വിദ്യാലയങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഇനിയും മുൻപോട്ട് ഏറ്റവും സജീവമായ പ്രവർത്തനങ്ങളിൽ SFI ഉണ്ടാകും. കുമരകം ബസാർ UP സ്കൂളിന് പുറമെ പെരുവയിലെ സർക്കാർ സ്കൂളിലും SFI പഠനോപകരണം നൽകിയിരുന്നു. ഈ വർഷം മണർകാട് പഞ്ചായത്തിലെ സർക്കാർ സ്കൂളിലും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലയിലെ SFI പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നഷ്ടത്തിലായ സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള ശ്രമം മാനേജ്മെന്റുകൾ നടത്തുമ്പോൾ നിർമ്മാണ തൊഴിലാളിയായി കൂലിപ്പണി ചെയ്ത് തന്റെ വിദ്യാലയത്തെ കാത്തുസൂക്ഷിക്കുന്ന ഒരു സ്കൂൾ മാനേജറുണ്ട് കണ്ണൂരിൽ. മൊറാഴ സ്വദേശി സുനിലാണ് വിദ്യ വിൽപ്പന ചരക്കാക്കാതെ വിദ്യാർത്ഥികൾക്കായി കാത്തുസൂക്ഷിക്കുന്ന ഈ സ്കൂൾ മാനേജർ. സ്വാർത്ഥ ലാഭ കണക്കുകൾ ഒന്നുമില്ലാതെ മക്കളെ വളർത്തുന്നത് പോലെ സ്വന്തം വിദ്യാലയത്തെ വളർത്തുന്ന നിർമ്മാണ തൊഴിലാളിയായ ഒരു മാനേജർ അപൂർവ കാഴ്ചയാണിന്ന്. കണ്ണൂർ മൊറാഴ ALP സ്കൂളിനാണ് ഇങ്ങനെയൊരു രക്ഷിതാവ്. 1919 ആരംഭിച്ച സ്കൂൾ പൂർവിക സ്വത്ത് കൈമാറി വന്നാണ് സുനിലിന്റെ കയ്യിലെത്തിയത്. അടച്ചുപൂട്ടൽ ഭീഷണിയിൽ നിന്നും നിയമപ്രശ്നങ്ങളിൽ നിന്നും കരക്കെത്തിച്ച് 12 ഡിവിഷനുകളിലായി ഇന്ന് 317 കുട്ടികളുണ്ട് സ്കൂളിൽ. കിണർ കുഴിക്കൽ മുതൽ നിർമ്മാണ മേഖലയിലെ കൂലിപ്പണികളെല്ലാം ചെയ്യുന്ന ഈ സ്കൂൾ മാനേജർക്ക് ഇനി പ്രതീക്ഷ സർക്കാരിൽ മാത്രമാണ്. ജൂൺ ആവുമ്പോഴേക്ക് ഇതെല്ലാം ക്ലിയർ ആക്കണം. അതിന് വലിയ എമൗണ്ട് തന്നെ വരും. സർക്കാരിനോട് ആവശ്യപ്പെടുകയെന്ന് വെച്ചാൽ മെയിനൻസ് ഗ്രാൻഡ് 60 രൂപയാക്കിയായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ്. അത് ഇതുവരെ കിട്ടിയില്ല. അത് കൃത്യമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഒരു 10 രൂപ നമ്മുടെ സ്കൂളിൽ തന്നെ കിട്ടും. പാതി വഴിയിൽ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വന്ന സുനിൽ പറയുന്നു, കുട്ടികൾ പഠിക്കാനുള്ള കുട്ടികൾ യാതൊരു കാരണവശാലും സ്കൂളില്ലാഞ്ഞിട്ടും സൗകര്യമില്ലാഞ്ഞിട്ടും പഠിക്കാതിരിക്കാൻ പാടില്ല. അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. കല്ലും മണ്ണും ചുമന്ന് സ്കൂളിന് വേണ്ടതെല്ലാം സുനിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. തലമുറകളുടെ വിദ്യാഭ്യാസത്തിനായി നഷ്ടത്തിലായ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ശ്രമിക്കുന്ന മാനേജ്മെന്റുകൾ കണ്ടുപഠിക്കേണ്ട മാതൃകയാണ് സുനിൽ എന്ന നിർമ്മാണ തൊഴിലാളിയുടെ ജീവിതം. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. സ്പോർട്സ് കൗൺസിലിലെ നിയമനങ്ങളെക്കുറിച്ചും ഫണ്ട് വിനിയോഗങ്ങളെക്കുറിച്ചും സമഗ്ര അന്വേഷണം വേണമെന്ന് KB ഗണേഷ് കുമാർ MLA. കൗൺസിലിലെ ധൂർത്ത് ഒഴിവാക്കേണ്ടതാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മന്ത്രി EP ജയരാജൻ ആളുകളോട് മോശമായി പെരുമാറിയെന്ന് കരുതുന്നില്ലെന്നും
ഗണേഷ് കുമാർ പറഞ്ഞു. മുഴുവൻ സമയ പ്രസിഡന്റിനെയാണ് സ്പോർട്സ് കൗൺസിലിന് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. സ്പോർട്സ് മന്ത്രി എന്തുകൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിന് അഴിമതിയുണ്ട് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു സൂചന കിട്ടാതെ അദ്ദേഹം അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും സ്പോർട്സ് വകുപ്പിലെ ചെലവുകളെക്കുറിച്ച്, നിയമനങ്ങളെക്കുറിച്ച്, കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ നിയമനങ്ങളെക്കുറിച്ച്, സ്പോർട്സ് വകുപ്പിലെ ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു എന്നതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ജയരാജൻ രാഷ്ട്രീയ വേദികളിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കാറുണ്ടെങ്കിലും വ്യക്തിപരമായി പരിചയപ്പെടുന്ന ആളുകളോട് വളരെ മാന്യമായിട്ട് പെരുമാറുന്ന വളരെ സൗഹൃദത്തോടെ പെരുമാറുന്ന ഒരാളായിട്ടാണ് ജയരാജനെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമ്മുടെ MLA ക്ഷേത്രനഗരിയായ ഗുരുവായൂരിൽ 3ാം തവണയാണ് KV അബ്ദുൽ ഖാദർ തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ 10 വർഷം മണ്ഡലത്തിൽ തുടക്കം കുറിച്ച പദ്ധതികൾക്ക് പുറമെ പുതിയ വികസന പ്രവർത്തനങ്ങളും MLAയുടെ മനസ്സിലുണ്ട്. മുൻ സർക്കാരിന്റെ നിസ്സഹകരണം മൂലം മുടങ്ങിക്കിടക്കുന്ന ഗുരുവായൂർ മേൽപ്പാലം അടക്കം യാഥാർത്ഥ്യമാക്കാനാണ് KV അബ്ദുൽ ഖാദർ ശ്രമം ആരംഭിച്ചത്. ഗുരുവായൂരിലേക്കെത്തുന്ന തീർത്ഥാടകർക്ക് എക്കാലത്തും അസൗകര്യമാവുന്നത് റെയിൽവേ ക്രോസിലെ ഗതാഗത കുരുക്കാണ്. റെയിൽവേ മേൽപ്പാലത്തിന് കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകി ഫണ്ട് അനുവദിച്ചെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ലഭ്യമാകാത്തതും സ്ഥലമേറ്റെടുപ്പ് നടക്കാത്തതും നിർമ്മാണത്തിന് വിലങ്ങുതടിയായി. LDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് KV അബ്ദുൽ ഖാദർ MLA. അടിയന്തരമായ പരിഗണന ഗുരുവായൂർ മേൽപ്പാലത്തിന് നൽകണം എന്ന ശക്തമായ അഭിപ്രായമാണ് മണ്ഡലത്തിലെ ജനങ്ങൾക്കുള്ളത്. ഇത് ശക്തമായിട്ട് ഗവൺമെന്റിന് മുമ്പാകെ ഞാൻ അവതരിപ്പിക്കുകയും ചെയ്യും. ചേറ്റുവ ഹാർബറിന്റെ നവീകരണം, മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ നവീകരണം, ക്ഷേത്രനഗരിയിലെ കുടിവെള്ള പദ്ധതി തുടങ്ങി ആരംഭം കുറിച്ച പദ്ധതികൾ പൂർത്തിയാക്കുന്നതിലും ശ്രദ്ധ ചെലുത്തും. ഗുരുവായൂരിലെ കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണം, ഗുരുവായൂർ ഡ്രെയിനേജ് സ്കീമിന്റെ പൂർത്തീകരണം ഇത്യാദി പദ്ധതികളാണ് അടിയന്തരമായിട്ട് പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർത്ഥാടന നഗരിയായ ഗുരുവായൂരിലെ പാതകളുടെ നവീകരണത്തിനും പട്ടണത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിനും പദ്ധതികൾ നടപ്പാക്കുമെന്ന് KV അബ്ദുൽ ഖാദർ MLA വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നതിനായി തൃശൂർ കോർപ്പറേഷൻ സൗരോർജ്ജ പ്ലാന്റ് നിർമ്മിക്കുന്നു. സോളാർ പാനലുകൾ വഴി 200 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിക്കാണ് കോർപ്പറേഷൻ തുടക്കം കുറിക്കുന്നത്. വൈദ്യുത മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ പൂർണ്ണമായി വൈദ്യുതി വിതരണം നടത്തുന്ന ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തൃശൂർ കോർപ്പറേഷനാണ് സൗരോർജ്ജത്തിൽ നിന്ന് വൈദ്യുതോൽപാദനത്തിന് ഒരുങ്ങുന്നത്. നഗരത്തിലെ ജയ്ഹിന്ദ് മാർക്കറ്റ് കെട്ടിടത്തിലാണ് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 200 കിലോവാട്ട് വൈദ്യുതി ഉൽപാദനമാണ് നടക്കുക. തൃശൂർ കോർപ്പറേഷൻ അങ്കണത്തിൽ നടന്ന സോളാർ പ്ലാന്റ് നിർമ്മാണോദ്ഘാടനം വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കാതെ സംസ്ഥാനത്തിന് പുരോഗതിയിൽ എത്താനാവില്ലെന്ന് മന്ത്രി ഓർമ്മപ്പെടുത്തി. ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഏതെല്ലാം മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ ആ മാർഗങ്ങൾ നമുക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് ജനങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. വൈദ്യുതി ദുരുപയോഗം തടയാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനർട്ട് ടെൻഡർ നടപടികളിലൂടെ തെരഞ്ഞെടുത്ത ഫോർത്ത് പാർട്ണർ എന്ന കമ്പനിക്കാണ് സോളാർ പ്ലാന്റിന്റെ നിർമ്മാണ ചുമതല. പദ്ധതിയുടെ കരാർ കൈമാറ്റം മന്ത്രി VS സുനിൽകുമാർ നിർവഹിച്ചു. 3 മാസത്തിനകം പ്ലാന്റ് പ്രവർത്തന സജ്ജമാക്കി വൈദ്യുതി വിതരണം ആരംഭിക്കാനാവും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സുവർണ ജൂബിലി സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാവും. ഞായറാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് ചരിത്ര സാംസ്കാരിക പ്രദർശനവും നടക്കും. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സുവർണ ജൂബിലി സമ്മേളനത്തിനായി തലസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. VJT ഹാളിൽ വൈകിട്ട് നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രഥമ ഡോക്ടർ NM മുഹമ്മദ് അലി പുരസ്കാരം ഡോക്ടർ മുഹമ്മദിന് സമ്മാനിക്കും. തുടർന്ന് AKG ഹാളിലാണ് മറ്റ് സമ്മേളന നടപടികൾ പുരോഗമിക്കുക. പ്രതിനിധി സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് സുഭാഷിണി അലി ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന സുഹൃത്ത് സമ്മേളനം VS അച്യുതാനന്ദനും തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും. KGOA സംസ്ഥാന സെക്രട്ടറി ജനറൽ TS രഘുലാൽ. വർഗീയതയ്ക്കെതിരെയും അതേപോലെ അസഹിഷ്ണുതയ്ക്കെതിരെയും കേന്ദ്ര ഗവൺമെന്റ് പിന്തുടരുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുമുള്ള പ്രക്ഷോഭങ്ങളിൽ അണിചേരുന്നതും ഈ സമ്മേളനത്തിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകും. സമ്മേളനത്തോടനുബന്ധിച്ച് VJT ഹാളിൽ ചരിത്ര സാംസ്കാരിക പ്രദർശനവും നടക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോട്ടയത്തിന് പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മാൾ ഓഫ് ജോയ് ശനിയാഴ്ച ബേക്കർ ജംഗ്ഷനിൽ തുറക്കും. ലോക പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ജോയ് ആലുക്കാസാണ് കോട്ടയം നഗരഹൃദയത്തിൽ മാൾ തുറക്കുന്നത്. ഷോപ്പിംഗ് കൂടുതൽ സൗകര്യപ്രദമാക്കാൻ 3 നിലകളിലായി പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കോട്ടയം നിവാസികളുടെ ജീവിത നിലവാരവും ഷോപ്പിംഗ് ശീലവും ഉയർത്തുന്ന മാൾ ഓഫ് ജോയ്
അക്ഷരനഗരിക്ക് ലോകോത്തരമായ ഷോപ്പിംഗ് വിരുന്നായിരിക്കും ഒരുക്കുക. 5 നിലകളിലായി 2 ലക്ഷം ചതുരശ്ര അടിയിൽ പരന്നുകിടക്കുന്ന മാളിൽ കുടുംബസമേതം ആസ്വദിക്കാവുന്ന വിനോദങ്ങൾ മുതൽ ഇഷ്ടഭക്ഷണ വിഭവങ്ങൾ വരെ ഒരുക്കിയിട്ടുണ്ട്. ഫാഷൻ വസ്ത്രങ്ങൾ, ലൈഫ് സ്റ്റൈൽ ബ്രാൻഡുകൾ, പ്രീമിയർ ഷോപ്പിംഗ് റീറ്റെയിൽ വിഭാഗം, കുട്ടികൾക്കായുള്ള പ്രത്യേക ഷോപ്പിംഗ് കേന്ദ്രവും ഇവിടുത്തെ പ്രത്യേകതയാണ്. മാളിൽ 250 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന റെസ്റ്റോറന്റ്, ഹൈപ്പർ മാർക്കറ്റ് എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോയ് ആലുക്കാസ്, ഒരു ഫാമിലിക്ക് കംപ്ലീറ്റ് ഷോപ്പിംഗ് എന്നുള്ള ഒരു ആശയമാണ് ഞങ്ങളുടെ. വലിയൊരു ലാർജ് ജുവലറി ഉണ്ട്, പിന്നെ ജോളി സിൽക്സ് ഉണ്ട്, പിന്നെ ഫുട്വെയർ, ലെതർ, കോസ്മെറ്റിക്സ്, ഒരു ലാർജ് റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഞങ്ങൾക്കുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇത്രയും സപ്പോർട്ടാണ് മൂന്നാമത് ഞങ്ങൾക്ക് മോളുകൾ തുടങ്ങാനുള്ള പ്രചോദനം. ഷോപ്പിംഗ് കൂടുതൽ സൗകര്യപ്രദമാക്കാൻ 3 നിലകളിലായി 200-ലേറെ കാറുകൾക്കും 100-ലേറെ ഇരുചക്ര വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാം. തൃശൂരിന് ശേഷം 2ാമത്തെ ഷോപ്പിംഗ് മാളാണ് കോട്ടയത്തേത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാസർഗോഡ് നഗരത്തിലെയും സമീപ ഗ്രാമപഞ്ചായത്തുകളിലെയും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് സാങ്കേതിക വിദഗ്ധരുടെ ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത് സ്ഥിരം തടയണ നിർമ്മാണ കാര്യത്തിൽ തീരുമാനമുണ്ടാകണമെന്ന ആവശ്യം ശക്തമാവുന്നു. നിർമ്മാണത്തിലുണ്ടായിരുന്ന പദ്ധതി സാങ്കേതിക കാരണങ്ങളാൽ നിർത്തിവെച്ച സാഹചര്യത്തിലാണ് ഈ ആവശ്യം ഉയരുന്നത്. 2 ആഴ്ചയിലേറെയായി കാസർഗോഡ് ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം നിലച്ചിട്ട്. ചന്ദ്രഗിരിപ്പുഴയിൽ ബാവിക്കരക്കടവിൽ നിന്നാണ് കാസർകോട്ടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് വെള്ളം എത്തിക്കുന്നത്. വേനൽക്കാലത്ത് കടലിൽ നിന്നും ബാവിക്കരയിലേക്ക് ഉപ്പുവെള്ളം ഒഴുകിയെത്തുന്നത് തടയാൻ ആലൂരിൽ സ്ഥിരം തടയാണ നിർമ്മാണം ലക്ഷ്യമിട്ടിരുന്നു. ഈ പദ്ധതിക്ക് 1995 അംഗീകാരം ലഭിച്ചു. 14 കോടി രൂപയാണ് ഏറ്റവും ഒടുവിൽ പുതുക്കിയ എസ്റ്റിമേറ്റ്. 80% അധിക തുക കൂടി പരിഗണിച്ചു. എന്നാൽ നിർമ്മാണം തുടങ്ങി പാതി വഴിയിൽ പദ്ധതി ഉപേക്ഷിക്കുകയാണുണ്ടായത്. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് പദ്ധതി ഉപേക്ഷിച്ചത്. അതിനാൽ ചന്ദ്രഗിരിപ്പുഴയിൽ പ്രസ്തുത പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പ് സാങ്കേതിക വിദഗ്ധരുടെ വിശദമായ അവലോകനവും തീരുമാനവും ഉണ്ടാകണമെന്ന നിലപാടിലാണ് കാസർഗോഡ് MLA എൻ.എ. നെല്ലിക്കുന്ന്. ബാവിക്കര റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം അത് അവിടെ നമുക്ക് നിർമ്മിക്കാൻ പറ്റുമോ ഇല്ലയോ, ഒരു വിദഗ്ധമായ അഭിപ്രായം നമുക്ക് ഉണ്ടാക്കണം. അതിന് എന്നിട്ട് ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അവിടെ തുടങ്ങാൻ പറ്റില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായമെങ്കിൽ പിന്നെ അത് അവിടെ നമുക്ക് കുറെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഈ ആവശ്യം ഉന്നയിച്ച് എൻ.എ. നെല്ലിക്കുന്ന് MLA വകുപ്പ് മന്ത്രി മാത്യു ടി തോമസിന് നിവേദനം നൽകിയിട്ടുണ്ട്. ചന്ദ്രഗിരിപ്പുഴയിൽ നീരൊഴുക്ക് പുനഃസ്ഥാപിച്ചാൽ മാത്രമേ കാസർകോട്ട് ജല അതോറിറ്റിയുടെ ജലവിതരണവും പുനരാരംഭിക്കുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്വാഭാവിക വനവൽക്കരണ ശ്രമങ്ങൾക്കിടെ വയനാട്ടിൽ നോർത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷൻ മരങ്ങൾ വെട്ടിമാറ്റി ഏകവിളത്തോട്ടങ്ങളുടെ റീപ്ലാന്റിംഗ്. പേരിയ റേഞ്ചിൽ 15 ഏക്കറോളം വനഭൂമിയാണ് സ്വാഭാവിക മരങ്ങളടക്കം വെട്ടിമാറ്റി വ്യാവസായികാടിസ്ഥാനത്തിലുള്ള തോട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവുന്നതും വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയുമാണ് വനത്തിലെ ഏകവിളത്തോട്ടങ്ങൾ. വൻതോതിൽ വനനശീകരണം നടത്തി ഒരിക്കൽ തുടക്കമിട്ട പദ്ധതികൾ വയനാട്ടിൽ വീണ്ടും തുടരുകയാണ്. സ്വാഭാവിക വനവൽക്കരണത്തിനായുള്ള മുറവിളികൾ ഉയരുന്നതിനിടെയാണ് മോണോപ്ലാന്റേഷൻ ക്ലിയർഫിൽ ചെയ്യുന്നതിന്റെ മറവിൽ ഇത്തരം മരങ്ങൾക്കൊപ്പം സ്വാഭാവിക മരങ്ങളും ഇവിടെ നിന്ന് വൻതോതിൽ വെട്ടിമാറ്റിയിരിക്കുന്നത്. ഭൂമിയിൽ സ്വാഭാവിക വനങ്ങൾ വെട്ടി നശിപ്പിച്ചുകൊണ്ട് ഈ പ്ലാന്റേഷൻ നടപടിയുമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ഒരു വലിയ ചോദ്യമാണ്. ഇതൊരു വലിയ മഴക്കാടുകളാണ് പേരിയെ സംബന്ധിച്ചോളം. നിത്യഹരിത വനമേഖലയിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള മഹാഗണിയും മറ്റ് 2 മരങ്ങളോടും കൂടിയ മോണോപ്ലാന്റേഷനാണ് വീണ്ടും വനം വകുപ്പിന്റെ പദ്ധതി. വയനാടിന്റെ പാരിസ്ഥിതിക തകർച്ചയ്ക്ക് കാരണമായ തേക്ക്, യൂക്കാലിപ്സ്, അക്കേഷ്യ തുടങ്ങിയ മോണോപ്ലാന്റേഷനുകൾക്ക് പകരം സ്വാഭാവിക വനവൽക്കരണം നടത്തണമെന്ന ആവശ്യങ്ങൾക്കിടെയാണ് നിത്യഹരിത വനങ്ങൾക്കുമേൽ വനം വകുപ്പ് തന്നെ കോടാലി വയ്ക്കുന്നത്. അനൂപ് കയാർ, വയനാട്. കാട്ടുതീ വിഴുങ്ങിയ വയനാട് വന്യജീവി സങ്കേതത്തിലെ പ്രദേശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയാണ് വൈൽഡ് ലൈഫ് വിഭാഗം. മുളങ്കാടുകളും മരങ്ങളും കൊണ്ട് വനങ്ങളെ നിറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. 2 വർഷം മുൻപത്തെ കാട്ടുതീയിൽ ഈ മേഖലയിലെ കാടേറെ കത്തിയതാണ്. പൂത്തുണങ്ങി നിന്ന മുളകൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂട്ടത്തോടെയാണ് നശിച്ചത്. വന്യജീവി സങ്കേതത്തിനുള്ളിൽ നിന്ന് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു. പഴയ കാടിനെ തിരിച്ചുകൊണ്ടുവരാനാണ് വയനാട് വന്യജീവി സങ്കേതത്തിൽ മുത്തങ്ങ, തോൽപ്പെട്ടി, കുറിച്യാട്, ബത്തേരി റേഞ്ചുകളിൽ വിപുലമായ പദ്ധതി. ശ്രീ പൊന്നാമ്പേട്ട ഫോറസ്ട്രി കോളേജിൽ നിന്ന് കൊണ്ടുവന്ന നീർമരുത് മറ്റുള്ള ഇനത്തിൽപ്പെട്ട ഞങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിച്ച തൈകളും നട്ടു വളർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 40,000 മരത്തൈകളും 20,000 മുളത്തൈകളുമാണ് ഇവിടെ നടുന്നത്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളുടെയും മറ്റ് സംഘടനകളുടെയും സഹകരണത്തോടെയാണ് സ്വാഭാവിക വനവൽക്കരണം. കഴിഞ്ഞ വേനൽക്കാലങ്ങളിൽ കത്തിയമർന്ന ജന്തുജീവികളുടെയും
മരങ്ങളുടെയും മണ്ണിൽ തളിരിടുകയാണ് ഇവരുടെ മരങ്ങളും മുളങ്കൂട്ടങ്ങളും. അനൂപ് കയാർ, വയനാട്. ഇനി റംസാൻ വിശേഷങ്ങൾ. വ്രതാനുഷ്ഠാനത്തോടെ റംസാൻ നൊയമ്പ് ആചരിക്കുന്ന ഓരോ വിശ്വാസിക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഉലുവക്കഞ്ഞി. വിശ്വാസത്തിനൊപ്പം ആരോഗ്യ സംരക്ഷണത്തിന് പൂർവികന്മാർ കണ്ടെത്തിയതാണ് ഉലുവക്കഞ്ഞി എന്ന ആരോഗ്യ സംരക്ഷണക്കൂട്ട്. മനസ്സും ശരീരവും ദൈവത്തിലർപ്പിച്ചുള്ള വ്രതാനുഷ്ഠാന കർമ്മത്തിൽ ഓരോരുത്തരും മുഴുകുമ്പോൾ ശരീരത്തെ ഇതിനോടൊപ്പം സജ്ജമാക്കുന്ന ആഹാര രീതികളിൽ പ്രധാനമാണ് റംസാൻ കാലത്തെ ഉലുവക്കഞ്ഞി. ഉലുവ ഒരു ചെറിയ കാര്യമല്ലെന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ പൂർവികർ വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമാക്കിയത് ശാസ്ത്രീയ സത്യങ്ങളെ തിരിച്ചറിഞ്ഞു തന്നെയാണ്. ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യാനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുമുള്ള ഉലുവയുടെ കഴിവ് ആധുനിക ലോകം കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പൂർവികർ കണ്ടെത്തിയിരുന്നു എന്നതിന്റെ തെളിവാണ് ഓരോ പള്ളികളിലും വ്രതാനുഷ്ഠാനത്തിനൊടുവിൽ വിളമ്പുന്ന ഉലുവക്കഞ്ഞി. ശരീരത്തിന്റെ ഈ ഏകദേശം കർക്കിടക കഞ്ഞിയുടെ അടുത്ത് വരുന്നൊരു കഞ്ഞിയാണത്. വളരെ വൈദ്യശാസ്ത്രം അതിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രം പറയുന്നത് എത്രയും അത് കഴിക്കണമെന്ന് തന്നെയാണ്. ആയുർവേദ വിധി പ്രകാരം ഉലുവക്കഞ്ഞി കഴിക്കണമെങ്കിൽ ചില പ്രത്യേക വിധികളുണ്ട്. ഇതുപയോഗിക്കുന്ന സമയത്ത് പുകവലി, മദ്യപാനം, മറ്റു ദുശീലങ്ങൾ എന്നിവ പാടില്ല. ഇത് തന്നെയാണ് റംസാൻ വ്രതാനുഷ്ഠാനത്തിന്റെ പ്രധാന ലക്ഷ്യവും. മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമാക്കി ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുകയുമെന്ന മഹാദൗത്യം തന്നെയാണ് വിശ്വാസത്തിന്റെ ഭാഗമായി റംസാൻ വ്രതവും മനുഷ്യരാശിക്ക് നൽകുന്ന സന്ദേശം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ട്രെയിനുകളിൽ എമർജൻസി ക്വാട്ട പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. ഇക്കാര്യം ഇന്നസെന്റ് എം പി ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. സീറ്റ് അനുവദിക്കാനുള്ള ഏരിയ മാനേജറുടെ അധികാരം പിൻവലിച്ചിട്ടില്ലെന്നാണ് DRM മറുപടി നൽകിയത്. എന്നാൽ യാത്രക്കാരുടെ അപേക്ഷ സ്വീകരിക്കാനുള്ള അധികാരമേ തനിക്കുള്ളൂവെന്ന് ഏരിയ മാനേജർ പറയുന്നു. റെയിൽവേ നടപടി യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എറണാകുളം വഴിയുള്ള 56 തീവണ്ടികളിൽ 698 സീറ്റുകളാണ് ഏരിയ മാനേജർക്ക് എമർജൻസി ക്വാട്ടയായി നൽകിയിരുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് ഡിവിഷണൽ കൊമേഴ്സ്യൽ മാനേജർ പുറപ്പെടുവിച്ച ഉത്തരവിൽ ഈ അധികാരം തിരുവനന്തപുരത്തേക്ക് മാറ്റിയിരുന്നു. ഇതോടെ വേണ്ടി യാത്രക്കാർക്ക് അപേക്ഷയുമായി തലസ്ഥാനത്തേക്ക് പോകേണ്ട സ്ഥിതിയായി. എന്നാൽ യാത്രക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് എല്ലാ സ്റ്റേഷൻ മാസ്റ്റർമാർക്കും ഏരിയ മാനേജർമാർക്കും അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള അനുമതി റെയിൽവേ നൽകിയെങ്കിലും അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് ഓൾ കേരള റെയിൽവേ യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ മാൻവെട്ടം പറഞ്ഞു. പ്രതിദിനം 1000-ലധികം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം പ്രദേശങ്ങളിലെ ആളുകൾക്ക് നേരിട്ട് വന്ന് റിക്വസ്റ്റ് ചെയ്യാവുന്ന ഈ സൗകര്യം നിർത്തലാക്കിയത് ഏറ്റവും പ്രതിഷേധാർഹമാണ്. ഭാഗികമായി പോലും എമർജൻസി ക്വാട്ട പുനഃസ്ഥാപിക്കാത്ത സാഹചര്യത്തിൽ സമരരംഗത്തേക്ക് ഇറങ്ങാനാണ് റെയിൽവേ പാസഞ്ചേഴ്സ് സംഘടനകളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. EMS ജന്മദിനത്തോടനുബന്ധിച്ച് വർഷം തോറും നടത്താറുള്ള EMS സ്മൃതി ജൂൺ 13, 14 തീയതികളിൽ തൃശ്ശൂരിൽ നടക്കും. ഇന്ത്യ എന്ന പരികൽപ്പന എന്ന വിഷയം കേന്ദ്രീകരിച്ച് റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന സംവാദ പരിപാടി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ചെയർമാൻ K. രാധാകൃഷ്ണൻ അറിയിച്ചു. കോടിയേരി ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ സുധാകർ റെഡ്ഡി, മേധ പട്കർ, സച്ചിദാനന്ദൻ, പ്രഭാത് പട്നായിക്, പ്രകാശ് കാരാട്ട് തുടങ്ങിയവർ വിഷയാവതരണം നടത്തും. ഇതേ ദിവസങ്ങളിൽ സാഹിത്യ അക്കാദമി ഹാളിൽ വിദ്യാർത്ഥി യുവജന സംഗമം നടക്കും. കനയ്യ കുമാർ, MB രാജേഷ്, M. സുരാജ്, മുഹമ്മദ് മോഹസിൻ തുടങ്ങിയവർ യുവജന സംഗമത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകും. കാലവർഷം എത്തിയതോടെ കൊല്ലം ജില്ലയിൽ വ്യാപക നാശനഷ്ടം. വീടുകൾ തകരുകയും കടലാക്രമണത്തിൽ കര കവരുകയും ചെയ്തു. കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ 15ഓളം വീടുകൾ തകർന്നു. 50-ലധികം വീടുകൾ ഭാഗികമായും തകർന്നു. മരങ്ങൾ കടപുഴകി ഗതാഗതം മുടങ്ങുകയും വൈദ്യുതി പോസ്റ്റുകൾ തകർന്ന് മണിക്കൂറുകളോളം വൈദ്യുതി വിതരണം പലയിടത്തും തടസ്സപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തു. കുണ്ടറയിൽ അങ്കനവാടി കെട്ടിടത്തിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണു. ആലപ്പാട്, എരവിപുരം തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷമായി. 20-ലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. തീര റോഡുകളും ഭാഗികമായി തകർന്നു. അതേസമയം പനിബാധിതരുടെ എണ്ണത്തിലും വർധനവുണ്ട്. കനത്ത മഴയെ തുടർന്ന് കൊല്ലം ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുതിയൊരു ട്രെൻഡാണ് ആഫ്രിക്കൻ രാജ്യമായ മലാവിയിൽ പരക്കുന്നത്. ആൽബനിസം ബാധിച്ച ആളുകളെ കൊന്നൊടുക്കുന്ന രീതിയാണ് ആഫ്രിക്കയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സഹാറൻ എന്ന രാജ്യത്തെ ഇപ്പോൾ വാർത്തകളിൽ നിറയ്ക്കുന്നത്.
ആൽബിനിസം എന്ന രോഗാവസ്ഥയിലുള്ള 18 പേരെയാണ് അന്ധവിശ്വാസവും അവയവക്കടത്തിനും വേണ്ടി കൊന്നൊടുക്കിയത്. ശരീരത്തിന് കറുപ്പ് നിറം നൽകുന്ന മെലാനിന്റെ ഉൽപാദന തകരാറ് മൂലമുണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം. വിളറിയ വെളുത്ത നിറവും മുടിയിലും കണ്ണിലും ഉണ്ടാകുന്ന നിറവ്യത്യാസവുമാണ് ആൽബിനിസം. ഏപ്രിലിൽ 4 ആൽബിനോകളെ കൊന്നൊടുക്കുകയും 5 പേരെ കാണാതാവുകയും ചെയ്തു. ഇവരെക്കുറിച്ച് ഇതുവരെയും വിവരമില്ല. ആഫ്രിക്കയിലെ സഹാറൻ പ്രാന്തപ്രദേശങ്ങളിലാണ് ആൽബിനിസം മറ്റെവിടത്തേക്കാളും കൂടുതൽ കാണപ്പെടുന്നത്. അന്ധവിശ്വാസവും അനാചാരങ്ങളും നിറഞ്ഞ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആൽബിനോ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇവ തന്നെയാണ്. മലാവി, ടാൻസാനിയ, മൊസാംബിക് എന്നിവിടങ്ങളിലാണ് ഇവ കൂടുതലും പ്രചരിക്കുന്നത്. ആൽബിനോ ബാധിച്ച സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ HIV സുഖപ്പെടുത്താനാവുമെന്ന ധാരണയാണ് വനിതകൾക്ക് നേരെയുള്ള ബലാത്സംഗങ്ങൾ വർദ്ധിക്കാൻ കാരണം. മറ്റൊരു അന്ധവിശ്വാസം ആൽബിനോകളുടെ എല്ലുകൾ സ്വർണം കൊണ്ടുള്ളതാണെന്നും ഇവയ്ക്ക് രോഗങ്ങൾ മാറ്റാനുള്ള അത്ഭുതശേഷി ഉണ്ടെന്നുമാണ്. ഇതാണ് ആൽബിനോകളുടെ കൂട്ടക്കുരുതിക്ക് കാരണമാകുന്നത്. ആൽബിനോ ശരീരഭാഗങ്ങളുടെ ഒരു ബഫൂൾ സെറ്റ്ന $75,000 അവയവ കടത്തുകാർ വിൽക്കുന്നത്. റെഡ് ക്രോസിന്റെ ഇന്റർനാഷണൽ കമ്മിറ്റി പുറത്തുവിട്ടതാണ് ഈ വിവരം. 2014 മുതൽ കൊല്ലപ്പെട്ട ആൽബിനോകളുടെ കൃത്യമായ എണ്ണം പോലും തിട്ടപ്പെടുത്താൻ മലാവിയൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഐക്യരാഷ്ട്രസഭയും സംഭവത്തെ അപലപിച്ചു. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ പുതിയ റിപ്പോർട്ട് മലാവിയൻ പോലീസിന്റെ കെടുകാര്യസ്ഥതയെ കുറ്റപ്പെടുത്തുന്നു. ആൽബിനോകളെ സംരക്ഷിക്കാൻ പോലീസ് പരാജയപ്പെടുന്നു. അതുപോലെ തന്നെ ആൽബിനിസം പ്രകൃതിയാലുള്ള കാരണങ്ങളാൽ ഉണ്ടാവുന്നതാണെന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ സർക്കാരും പരാജയപ്പെട്ടുവെന്ന് ആംനസ്റ്റി കുറ്റപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക്.